യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അഭിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യനാഥൻ ഇന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങളാണ്. ഈ വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന ഭൂമി, ദൈവം നൽകുന്ന മഴയെ സ്വീകരിക്കുന്ന ഭൂമി പലപ്പോഴും ഞെരിഞ്ഞിലുകളും മുള്ളുകളും ഫലങ്ങളായി പുറപ്പെടുവിക്കുന്നു. അതുകൊണ്ട് തീയിൽ ദഹിപ്പിക്കപ്പെടുക എന്നുള്ളതായിരിക്കും അതിൻ്റെ വിധി എന്ന് ഈശോനാഥൻ ഈ വചനഭാഗത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഏറെ കേൾക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് വചനത്തിന് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടും ദൈവം ആഗ്രഹിക്കുന്ന നന്മയുടെയും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും വിശുദ്ധിയുടേതുമായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഭൂമിയിൽ മഴ പെയ്തിറങ്ങിയിട്ടും ഭൂമി ഞെരിഞ്ഞിലുകളും മുള്ളുകളും ഫലങ്ങളായി നൽകുന്ന അവസ്ഥയിൽ ദഹിപ്പിക്കപ്പെടുക എന്നുള്ളത് അതിൻ്റെ അവസ്ഥയോട് നമ്മുടെ ജീവിതവും ചേർക്കപ്പെടുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയൊഴുകുന്നതിന് ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് ആ വചനത്തിന് അനുസൃതമായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 3-ാം തിരുവചനം പഠിപ്പിക്കുന്നത്, ദുഷ്ടതയിൽ നിന്നൊഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ തിന്മയായ പ്രവൃത്തികളിൽ നിന്ന്, നാശത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഒഴിഞ്ഞു ജീവിക്കുന്നത് അത് ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറാം. ദഹിപ്പിക്കപ്പെടുക എന്നുള്ളത്, നശിപ്പിക്കപ്പെടുക, നാശത്തിലേക്ക് കടന്നു പോകുക എന്നുള്ളതായിരിക്കരുത് നമ്മുടെ വിധി എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്ത് ദൈവം പ്രസാദിച്ചവരായിട്ട് മാറുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹപാത്രങ്ങളായിട്ട് മാറുവാൻ, ദൈവത്തിൻ്റെ സ്നേഹിതരായിട്ട് മാറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുവേണ്ട ദൈവം ആഗ്രഹിക്കുന്ന വചനത്തിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അങ്ങ് ആഗ്രഹിക്കുന്ന നന്മയുടെയും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും വിശുദ്ധിയുടെയും കൃപയുടെയും അഭിഷേകത്തിൻ്റെതുമായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ജീവിക്കുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടുത്തെ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. അശുദ്ധമായതും തിന്മയായതും പൈശാചികമായതെല്ലാം ഇവരിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.